വണ്ടിയുടെ വീല് നേരെയാണോ? വീൽ ഇപ്പൊ നേരെയല്ല. വീല് നേരെ ആവാൻ വേണ്ടിട്ട് നമ്മൾ സ്റ്റിയറിംഗിൽ എങ്ങനെ അളവ് കൊടുക്കണ്ടേന്ന് കറക്റ്റ് ആയിട്ട് അകത്തിരുന്നോണ്ട് തന്നെ അകത്തിരുന്നോണ്ട് നമ്മുടെ വീല് നേരെയാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ആളിന് സംശയം എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് വീല് കറക്റ്റായിട്ടാണോ സ്ട്രെയിറ്റ് ആയിട്ടാണോ കിടക്കേണ്ടതെന്ന്, നമ്മൾ സ്റ്റിയറിംഗിൽ എത്രയാണ് കറക്റ്റായിട്ട് തിരിക്കേണ്ടത്, വീല് നേരെയാക്കാൻ വേണ്ടിയിട്ട് സ്റ്റിയറിംഗിൽ എത്രയാണ് തിരിക്കേണ്ടത് എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. ഇപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും കറക്റ്റായിട്ട് വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് ടയർ കറക്റ്റായിട്ടാണോ സ്ട്രെയിറ്റ് ആക്കേണ്ടത് നിങ്ങൾക്ക് അറിയില്ല, സ്റ്റിയറിംഗിൽ എത്ര തിരിച്ചാൽ കറക്റ്റായിട്ടാകും എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റിയറിങ് നമ്മൾ എങ്ങോട്ടേലും ഒന്ന് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് എങ്ങോട്ടേലും ലോക്കായോ? ലോക്കായി. എങ്ങോട്ട് ലോക്കാക്കിയേ? ഓക്കെ, ഇപ്പൊ ലെഫ്റ്റോ റൈറ്റോ നമുക്ക് അത് എങ്ങോട്ടും ലോക്കാക്കുക. എങ്ങോട്ടെങ്കിലും ലോക്കാക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ കൈ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സ്റ്റിയറിങ് വെച്ച് ഇങ്ങനെ വെച്ചു. കൈ മടങ്ങരുത് കേട്ടോ. കൈ മടങ്ങാതെ ഈ ഒരു സ്റ്റിയറിങ്ങിന്റെ മുകളിൽ കൂടെ തന്നെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് തിരിക്കുക കേട്ടോ. കൈ അതുപോലെ തന്നെ ആ സ്റ്റിയറിംഗ് നിരങ്ങുകയും ചെയ്യരുത്. എന്നിട്ട് നേരെ തിരിച്ച് നമ്മുടെ ഈ ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ച് നമ്മുടെ ബാലൻസിന് തന്നെ വെക്കുക. കൈ വെച്ചിട്ട് നമ്മുടെ ഇരിക്കുന്ന പൊസിഷൻ ഇപ്പം മേളിൽ തന്നെ വെക്കണം. ഇപ്പം ലോക്ക് ആക്കിയിട്ട് എവിടെയെങ്കിലും കൈ ബാലൻസിനായിട്ട് വെച്ച്, ഇപ്പം ഞാൻ ലോക്കെ പിടിച്ചിട്ടുണ്ട്, ബാലൻസിന് വെച്ച് ഓക്കെ അവിടെ തന്നെ. അപ്പം തിരിച്ച് ഈ ഒരു ഭാഗത്ത് തന്നെ വരുമ്പോൾ എന്ത് ചെയ്യണം, ഒന്നെണ്ണുക. അതുപോലെ തന്നെ ലോക്ക് തിരിച്ച് ലോക്ക്, ഇപ്പം ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ലോക്കായി കിടക്കുന്നു, റൈറ്റ് ലോക്ക് ആക്കുന്നിടം വരെ എന്ത് ചെയ്യണം, തിരിച്ച് ഓരോന്ന്. ഇപ്പൊ ഇവിടെ വരുന്നുണ്ട് ഓരോന്ന് 1 1 2 എന്ന് പറഞ്ഞ എണ്ണിക്ക്. 1 2 3 ഫുള്ളി ലോക്കായി അല്ലേ? ഫുള്ളി ലോക്കായി ഉണ്ടല്ലേ? ഫുള്ളി ലോക്കായി. ഇപ്പൊ നമുക്ക് ഇത് എത്രയുണ്ട്? 3.5. അപ്പൊ ഈ വണ്ടിയുടെ ഇങ്ങേ അറ്റത്ത് നിന്ന് അങ്ങേ അറ്റം വരെ എത്രയാ ഫുള്ളി ലോക്ക്? 3.5. പല വണ്ടിക്കും പല അളവാണ്. അതായത് 3 ഉള്ളതുണ്ട്, 3.5 ഉള്ളതുണ്ട്, 4 ഉള്ളതുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഒരു വണ്ടി 3.5 അപ്പൊ നിങ്ങളുടെ വണ്ടിയുടെ അളവ് നിങ്ങൾ ഓരോ വണ്ടിയിലും പോയി നോക്കുക, 3.5 ആണോ 3 ആണോ 4 ആണോ എന്ന് നോക്കുക. അപ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അതിന്റെ പകുതി പഠിക്കുക. ഇപ്പൊ ഈ 3.5യുടെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാ? 1.25. ഞാനിപ്പോ ഇത് ഇറങ്ങി കാണിച്ചു തരാം, ഫുള്ളി ലോക്ക് ആണോ ഇല്ലെന്ന് ഇറങ്ങി കാണിച്ചു തരാം. ഇതുകൊണ്ടാ, ഇത് ഫുള്ളി ലോക്കായി കിടക്കുകയാണ് വണ്ടി. കണ്ടാ, ഇത് ഫുള്ള് നമ്മൾ റൈറ്റിലോട്ട് ലോക്കായി കിടക്കുകയാണ്. ഇപ്പൊ ഈ ഒരു വണ്ടി ഈ ഒരു ഇത് കിടക്കുമ്പോൾ ഫുള്ള് ലോക്കാണ്. ഈ ലോക്കായിട്ട് കിടക്കുന്നത് നമ്മൾ റൈറ്റിലോട്ട് ലോക്കാണ്. ഇപ്പൊ ഈ ലോക്കായിട്ട് കിടക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 1.25 ഈ 1.25 നമ്മൾ തിരിച്ചു പിടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ എവിടെയെങ്കിലും ബാലൻസ് അനുസരിച്ച് കയ്യിൽ നിന്ന് വെച്ച് അവിടെ തന്നെയാണ് ബാലൻസ്. അപ്പൊ തിരിച്ച് 1.25 തിരിച്ച് 1.25. അപ്പൊ 2 എന്ന് പറയുമ്പോ എവിടെ വരും? അവിടെ വരും. 1.5 എന്ന് പറയുമ്പോഴോ ഇവിടെ വരും. അപ്പൊ നമ്മളിപ്പോ എത്ര തിരിച്ചു? 1.25. അപ്പൊ ഈ സ്റ്റിയറിംഗിന്റെ പൊസിഷൻ എങ്ങനെ ഇരിക്കുന്നത്? ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? ഇപ്പൊ ഈ ഒരു രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് 1.25 തിരിച്ചു. അപ്പൊ ഈ 3.5യുടെ പകുതി എന്ന് പറയുമ്പോൾ എത്രയായി? 1.25. നമ്മൾ 1.25 തിരിച്ചു. അപ്പൊ ഞാനിത് വീല് കറക്റ്റ് ആണോ നേരെയാണോ എന്നുള്ളത് ഞാൻ ഇറങ്ങി കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, സ്ട്രെയിറ്റ് ആണ്. കണ്ടോ, കണ്ടില്ലേ, നമുക്ക് സ്ട്രെയിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ 1.25 കറക്റ്റായിട്ട് തിരിച്ചപ്പോൾ എന്ത് ചെയ്തു, കറക്റ്റായിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയി. ഇപ്പൊ നമ്മുടെ ഈ ഒരു സംഭവം എവിടെ ആയിരിക്കുന്നത്, നമുക്ക് ഇങ്ങോട്ടായിരിക്കുന്നത്. പലരും പറഞ്ഞ എന്താ, ഈ ഒരു സംഭവം നേരെ താഴെ വരുമ്പം പകുതി എന്നാണ് പലരും പറയുന്നത്. പക്ഷെ തെറ്റാണ്. നമുക്ക് ഓരോ വണ്ടിക്കും ഓരോതാണ്. കാരണം ഒരു വണ്ടിക്ക് നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങേ സൈഡിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു പ്ലേ ഉണ്ട്. അപ്പൊ നമുക്ക് ഞാൻ ഈ ഒരു സാധനം നേരെ താഴോട്ടാക്കിയാൽ എന്ത് ചെയ്യുന്നില്ല, ആ വണ്ടിയുടെ വീൽ അങ്ങോട്ട് മാറുന്നില്ല. കാരണം ഇത് പ്ലേ ആവുന്നുള്ളൂ. കാരണം ഇത് താഴെ വന്നാലും കറക്റ്റായിട്ട് നേരെയാണ്, അതുപോലെ ഇനി ഇങ്ങനെ വന്നാലും നേരെയാണ്, അതുപോലെ തന്നെ ഇങ്ങനെ ഇരുന്നാലും എന്ത് ചെയ്യും, കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഇതിന്റെ ഫുള്ളി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ അളവ് എടുക്കുക കറക്റ്റായിട്ട്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു സംഭവം നേരെ നോക്കിക്കൊണ്ട് നിങ്ങൾ താഴെ വരുമ്പോഴേ നിങ്ങൾ നേരെ ആയുള്ളൂ എന്ന് എന്ത് ചെയ്യരുത്, നിങ്ങൾ ആക്കരുത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ താഴോട്ടാണോ ഇരിക്കുന്നത്? അല്ല,
അപ്പൊ ഇത് സ്ട്രൈറ്റ് ആയി. ഇപ്പൊ എല്ലാ വാഹനത്തിനും ഒരുപോലല്ല. അപ്പൊ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നേരെ താഴെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ താഴെ വരുമ്പോഴാണ് സ്ട്രൈറ്റ് ആണെന്നും പറഞ്ഞ് ചെയ്യരുത്. കാരണം പല വണ്ടിക്കും പല അളവുള്ളത് കൊണ്ട് ഇതിന് മാറ്റം ഉണ്ടാകും. കാരണം ഇതൊരു വളയമാണ്. ഈ വളയത്തിൽ ഈ 3 ജോയിന്റ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യത്തുള്ളൂ, ഇതിനൊരു ബലം ഉണ്ടാകത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് വെക്കുന്നത്. അല്ല ഇത് നേരെ താഴോട്ട് വരുമ്പോൾ സ്ട്രൈറ്റ് ആണെന്ന് നിങ്ങൾ ഒരിക്കലും കാണരുത്. അപ്പൊ നിങ്ങൾക്ക് ഒരു വണ്ടി നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആണോ ഇല്ലെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ അളവ് എന്ത് ചെയ്യണം, നിങ്ങളുടെ വണ്ടി ചെയ്യുക. അല്ലാതെ ഒരു വണ്ടി തന്നെ എല്ലാ അളവും ഒരുപോലല്ല. ഇപ്പൊ ഈ വണ്ടിയുടെ 1.25 എടുത്തുകൊണ്ട് നിങ്ങളൊരു വേറൊരു വാഹനത്തെ 1.25 ആയി അത് സ്ട്രൈറ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ആ വണ്ടി എന്ത് ചെയ്യണം, നിങ്ങൾ ഏത് വണ്ടി ഓടിച്ചാലും അതെന്ത് ചെയ്യണം, ഫുള്ളായിട്ട് ഒരു സൈഡിലോട്ട് ലോക്ക് ചെയ്തിട്ട് അളവെടുക്കുക. മനസ്സിലായോ? അപ്പം അത് ഫുള്ള് ലോക്ക് ചെയ്തിട്ട് തിരിച്ച് ലോക്ക് ചെയ്യുന്നിടം വരെ റൗണ്ട് ഇങ്ങനെ കറക്കി അതിൻ്റെ അളവ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ആ വണ്ടിക്ക് അത് ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ആ വീല് കറക്റ്റ് ആണോ സ്ട്രൈറ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങളൊരു വാഹനത്തിൽ കയറിയുന്ന 3 വണ്ടിയുണ്ട്, 3.5 ഉള്ളതുണ്ട്, അതുപോലെ തന്നെ 4 ഉള്ളതുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്ട്രൈറ്റ് ആണോ ഇല്ലെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തിരിച്ച് നിങ്ങൾ നേരെയാണോ നോക്കരുത്. നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെയല്ല തിരിക്കേണ്ടത്. എങ്ങനെ തിരിക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഫുള്ള് ലോക്ക് ചെയ്യണ്ട. 1, അതുപോലെ തന്നെ തിരിച്ച് അങ്ങ് ലോക്ക് ആകുന്നിടം വരെ ഫുള്ള് ലോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, തിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്കുക. 1, അതുപോലെ 2, 3 ഇങ്ങനെ കറക്കി. കാരണം കൈ ഇറങ്ങുകയും ചെയ്യരുത്. അങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നമുക്ക് സ്ട്രൈറ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്കത് മനസ്സിലാക്കാം. ഏത് വണ്ടിയിലും സ്ട്രൈറ്റ് ആയിട്ട്, അപ്പം കറക്റ്റായിട്ട് വീല് നേരെ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കും. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.